ഹായ് ട്രേഡേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ആൽഫ ക്യാപിറ്റലിന്റെ ലൈവ് ചലഞ്ച് 200K അക്കൗണ്ടിന്റെ ചലഞ്ച് നമ്മൾ പാസ്സായിട്ടുണ്ട്. സെക്കൻഡ് ബേസും നമ്മൾ പാസ്സായി. ഓക്കെ, ഏകദേശം 4.5 മാസം ടൈം എടുത്തിട്ടാണ് ഗൈസ് നമ്മൾ പാസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ബേസും സെക്കൻഡ് ബേസും. ഇനിയുള്ളത് ലൈവ് അക്കൗണ്ട് ആണ്. ഇപ്പൊ ഞാൻ പാസ്സായത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ്. അപ്പൊ എനിക്ക് ഇതുവരെ ലൈവ് അക്കൗണ്ട് കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് അടുത്ത ആഴ്ച കിട്ടും തോന്നുന്നു. അടുത്ത ആഴ്ച ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ ഒക്കെ ആയിട്ട് കിട്ടും തോന്നുന്നു. ഓക്കെ. കാരണം നമ്മൾ പറഞ്ഞിരുന്നു ഗൈസ്, ഈ ചലഞ്ച് ഞാൻ ചെയ്യാൻ കാരണം കുറെ ആൾക്കാർ ഫണ്ടഡ് ഫേമുകളിൽ സ്റ്റിൽ ട്രൈയിങ് ആണ് ഒരു വിഡ്രോവൽ എടുക്കാൻ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. എന്റെ റിസൾട്ട് നിങ്ങൾ കണ്ടില്ല ഗൈസ്. കറക്റ്റ് നമ്മൾ എന്താ പറയാ, കറക്റ്റ് ഞാൻ 0.50 റിസ്ക് ചെയ്തിട്ടാണ് ഗൈസ് 2 മാസം ഞാൻ ട്രേഡ് ചെയ്തിരുന്നത്. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. നമുക്ക് കാണിച്ചു തരാം ഡിസ്കോഡിൽ. നമ്മുടെ ഫസ്റ്റ് വീഡിയോ കാണാത്തവർ കണ്ടു കഴിഞ്ഞാൽ, ഈ സീരീസിന്റെ ഫസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഞാൻ ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്തിട്ട് ഒരു ഡിസ്കോഡ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ട് ഞാൻ എടുക്കുന്ന അതേ ട്രേഡുകൾ വിത്ത് റിസ്ക് മാനേജ്മെന്റ് ഞാൻ ഷെയർ ചെയ്തിരുന്നു ഗൈസ്. ഇപ്പോൾ ആ ഗ്രൂപ്പാണ് നിങ്ങൾക്ക് ഇതിൽ നമ്മുടെ ചാറ്റ് ബോക്സ്, നമ്മുടെ ട്രേഡ് കോൾസ് കൊടുക്കുന്നത്. ഓക്കെ, ഇത് ഫ്രീ ആയിരുന്നു ഗൈസ്. ഞാൻ ആ പൈസ ഒന്നും വാങ്ങിയിട്ടല്ല ചെയ്തിരുന്നത്. ഭയങ്കര ലെങ്തി ആയിരുന്നു ഗൈസ്. ഏകദേശം നമ്മൾ വിഷു കഴിഞ്ഞിട്ട് 17-ാം തീയതിയോ 18-ാം തീയതിയോ അതാ 16-ാം തീയതിയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 4.5 മാസത്തിന് മുകളിലായി ഇപ്പോ, അല്ലെ? ഇത്രയും സമയം എടുത്തിട്ടാണ് നമ്മൾ ഇത് പാസ് ചെയ്തിട്ടുള്ളത്. ഞാൻ എന്റെ ഇവിടെ റിസ്ക് ഒക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 1% മൈനസ് ആയി, 0.50. അപ്പോൾ അത്രയും ചെറിയ റിസ്ക് ചെയ്തിട്ടാണ് ഗൈസ് ഞാനത് പതുക്കെ പതുക്കെയാണ് ബിൽഡ് ചെയ്തിട്ട് നമ്മളിപ്പോ ഞാനതിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. ലോഡ് ആവുന്നില്ല. ഓക്കെ, ഇതിൽ കംപ്ലീറ്റ്ലി എന്റെ എന്റെ PNL അതുപോലെ തന്നെ ഞാൻ എടുക്കുന്ന സെറ്റപ്പുകൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിൽ ഷെയർ ചെയ്തിരുന്നു ഗൈസ്. ഇതിലുള്ള ആളുകളും അതുപോലെ ലാസ്റ്റ് ഫസ്റ്റ് ബേസ് നമ്മൾ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ട് എടുത്തു. സെക്കൻഡ് ബേസ് നമ്മൾ 2 വീക്സ് കൊണ്ട് ജസ്റ്റ് വെറും 3 ട്രേഡ്സ് കൊണ്ട് പാസ്സായി ഗൈസ്. ആ ട്രേഡ്സ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൽ ഫസ്റ്റ് ട്രേഡ് AUD CAD ആയിരുന്നു ഗൈസ്. AUD CAD നമ്മൾ ഇവിടെ നിന്ന് ഒരു സെല്ല് നോക്കി, അതിപ്പോ സെല്ലിലോട്ട് പോയി തോന്നുന്നു, പക്ഷെ നമ്മൾ ഹണ്ട് ചെയ്തു ഗൈസ്. പിന്നെ അതുപോലെ തന്നെ അത് നമ്മൾ 2% റിസ്ക് ചെയ്തിട്ടാണ് ആ ട്രേഡ് എടുത്തിരുന്നത്. സെക്കൻഡ് ട്രേഡ് CAD JPY ആയിരുന്നു ഗൈസ്. CAD JPY നമ്മൾ 2% റിസ്ക് ചെയ്തിട്ട് ആ ട്രേഡ് ബ്രേക്ക് ഈവൻ ചെയ്തു. അത് ബ്രേക്ക് ഈവൻ ആയി പോയി ഗൈസ്. സെക്കൻഡ് ട്രേഡ് അയ്യോ പോയോ അത്. സെക്കൻഡ് ട്രേഡ് GBP USD ആയിരുന്നു ഗൈസ്. GBP USD കറണ്ട് സ്റ്റാറ്റസ് ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഗൈസ്. ഭയങ്കര ഹൈലോട്ട് പോയി. അപ്പൊ നമുക്ക് ഈ ട്രേഡാണ് നമുക്ക് പാസ് ആവാൻ ഹെൽപ്പ് ചെയ്തത്. ഓക്കെ, കുറെ പേര് എടുത്തിട്ടുണ്ട്, കുറച്ച് പേര് പാസ്സായിട്ടില്ല സെക്കൻഡ് ബേസ്. ഇപ്പോഴും കുറച്ച് പേര് ഇതിൽ നിൽക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ട്രേഡ്സ് കോൾ സെറ്റപ്പുകളൊക്കെ കൊടുക്കുന്നതാണ്. ഓക്കെ, ഞാൻ ഇതിന്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു തരാം ഗൈസ്. അൽഫറ അച്ചീവ്മെന്റിലാന്ന് തോന്നുന്നു. യെസ്, കണ്ടു ഗൈസ്. ഇതാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മാസം കൊണ്ട് ഫണ്ടഡ് ഫേം പാസ് ചെയ്തിട്ട് വിഡ്രോൾ എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അതൊന്നും നടക്കണ പരിപാടിയില്ല ഗൈസ്. ഇതിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ബെസ്റ്റ് സ്വിംഗ് ട്രേഡ് ചെയ്യുക. ഫസ്റ്റ് പേസ് പാസ് ആവുന്നവരെ ലോ റിസ്കിൽ ചെയ്യുക. ഫസ്റ്റ് പേസ് പാസ് ആയി കഴിഞ്ഞാൽ 1% 2%, അത് വേണമെന്നില്ല. അതിപ്പോ ഞാൻ ഇത്രയും ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും 0.5 റിസ്ക് ചെയ്തിട്ട് 5% എത്തുന്നവരെ 0.5 റിസ്ക് ചെയ്തിട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1% റിസ്ക് ചെയ്തിട്ട് ഒരു 3 ട്രേഡോ 2 ട്രേഡോ ഒക്കെ വിൻ ആയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കുക. പെട്ടെന്ന് നമ്മൾ ഒരു ചലഞ്ച് പർച്ചേസ് ചെയ്ത് അടുത്ത മാസം വിഡ്രോയിൽ പ്രതീക്ഷിച്ച് ഇതിൽ ട്രേഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് ബ്രീച്ച് ആയി പോകും ഗൈസ്. ഇതാണ് ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഗൈസ്. ഫസ്റ്റ് ബേസിന്റെ അത് തോന്നുന്നു. എന്താ ലോഡാവാൻ സമയം എടുക്കുന്നത്? ഇതെന്ത് ഇത്ര സ്ലോ ഇല്ലായിരുന്നു ഗൈസ്. ഇത് പ്രിന്റ് ആയി വരുന്ന പോലെ. ഇത് ഫസ്റ്റ് ബേസിന്റെ ആണെന്ന് തോന്നുന്നു സർട്ടിഫിക്കറ്റ്. അതെ, ഫസ്റ്റ് ബേസിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. ആൻഡ് ഇത് നമ്മുടെ സെക്കൻഡ് ബേസിന്റെ സർട്ടിഫിക്കറ്റ്. ഇനി നമുക്ക് ഇതിൽ ഒരു 5%, 2% ഒരു വിഡ്രോവൽ വീഡിയോ കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സീരീസ് കംപ്ലീറ്റ് ആയി ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി ഫണ്ടഡ് ഫേമുകൾ നമ്മൾ ഇനിയിപ്പോ ഫ്രീ ആണ്. ഇനി വേറെ ഫണ്ടഡ് ഫേംസുകളൊന്നും ഞാനിപ്പോ ചെയ്യുന്നില്ല. അപ്പൊ ഞാനിപ്പോ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഇതുപോലെ തന്നെ റീസ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും ഞാൻ എടുക്കുന്ന അതേ ട്രേഡ്സ് പ്ലസ് റിസ്ക് മാനേജ്മെന്റ് ഷെയർ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും അതിൽ ആഡ് ആവണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ എന്നെ. എന്റെ ടെലഗ്രാമും ഡിസ്കോഡും
എല്ലാ ഡീറ്റെയിൽസ്, ഇൻസ്റ്റാഗ്രാം ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പോൾ ആരും ഓവർ ട്രേഡ് ചെയ്യാതെ പെട്ടെന്ന് ഫണ്ടഡ് ഫേമുകൾ പർച്ചേസ് ചെയ്തിട്ട് പെട്ടെന്ന് വിഡ്രോവൽ എടുക്കാൻ നോക്കുമ്പോഴായിരിക്കും ഗൈസ് നമുക്കൊക്കെ പ്രശ്നം വരുന്നത്. നമ്മളിത് പതുക്കെ ഒരു അക്കൗണ്ട് എടുത്തിട്ട് ഒരു എന്താ പറയാ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത്, ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതും അങ്ങനെയാണ്. ഒരു 3 അക്കൗണ്ട് എടുക്കാനുള്ള ഫണ്ട് റെഡി ആക്കും ഗൈസ്. എന്നിട്ട് ഒരു അക്കൗണ്ട് ഫസ്റ്റ് എടുക്കും. അക്കൗണ്ട് പാസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം എന്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഈ 3 അക്കൗണ്ടിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് എടുത്തിട്ട് അതിൽ ഏതെങ്കിലും ഒരു ലൈവ് അക്കൗണ്ട് കിട്ടിയിട്ട് ആ ലൈവ് അക്കൗണ്ടിൽ ഒരു 2% ഒരു 3% വിഡ്രോവൽ എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മൾ പ്രോഫിറ്റിലാവും അല്ലെ. അപ്പൊ എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഗൈസ്. അപ്പോ നിങ്ങളും അങ്ങനെ ചെയ്യുക. ഇപ്പൊ നേരിട്ട് ഒരു 100K 200K ഒക്കെ പോയി പർച്ചേസ് ചെയ്യാതെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള പൈസ കൊണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു 20K ഒരു 3 അക്കൗണ്ട് എടുക്കാൻ രീതിയിൽ സെറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ കുറയും. ഈ അക്കൗണ്ട് പാസ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല, അടുത്തുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും. ഈ മൂന്നും കൂടി ഒരുമിച്ച് എടുക്കരുത്, മനസ്സിലായോ? ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ പറയാ, ഒന്നും കൂടി ഫ്രീ ആയിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ മൈൻഡ് ചെയ്യില്ല. പിന്നെ നമുക്ക് എന്താ പറയാ, പതുക്കെ ട്രേഡുകൾ എടുക്കാൻ നോക്കുക. ഒരു ദിവസം തന്നെ 6 7 8 9 20 ട്രേഡ് ഒന്നും എടുക്കാതെ വീക്കിലി ട്രേഡിന്റെ എണ്ണം കുറയ്ക്കുക ഗൈസ്. ഒരെണ്ണോ രണ്ടെണ്ണോ എടുക്കുക വീക്കിലി, മതി. അത് മതി, മനസ്സിലായി. നമ്മൾ കൂടുതൽ പെയറുകളിൽ ട്രേഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല, നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റില്ല, മനസ്സിലായി. അപ്പൊ നമ്മൾ ഉള്ള ട്രേഡ് നല്ല ക്വാളിറ്റിയിൽ എടുക്കാൻ ശ്രദ്ധിച്ചാലാണ് നമുക്ക് കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈവ് റിസൾട്ട്. അപ്പോൾ അടുത്ത നമ്മുടെ ഡിസ്കോഡ് ഗ്രൂപ്പിൽ ആഡ് ആവേണ്ട ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ കമന്റ് ഇടുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ഗൈസ്. പിന്നെ ഇൻസ്റ്റാഗ്രാം ID ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇനി അടുത്തൊരു വീഡിയോ കൂടിയിട്ട് നമ്മുടെ ഈ സീരീസ് കഴിയും. പിന്നെ അത് മാത്രമല്ല ഗൈസ്, നമ്മൾ വേറൊരു സീരീസ് ചെയ്യുന്നുണ്ട്. ഒരു 5000 USD ഒരു ലൈവ് അക്കൗണ്ട് ഏകദേശം നമ്മൾ സ്കെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ ഈ വീഡിയോ കഴിഞ്ഞ് നമ്മൾ അടുത്ത് എന്തായാലും ആ വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, രണ്ടും കൂടി മിക്സപ്പ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ. ഹാപ്പി ട്രേഡിംഗ്.